സുനിത ഫാത്തിമയായിട്ട് ഇതാ ഇവിടെ വന്നിരിക്കുകയാണ്. ഇതാരാ? ഞാൻ ഫാത്തിമയാണ്. ഇച്ച് ഭയങ്കര മൊഞ്ചായിക്കിന്. ഈ സാധനം ഭയങ്കര ഇത് മാസ്റ്റർ പീസ് ആയിരുന്നു. ഇങ്ങനെ നോക്കുന്നത് ഒരു പൂ തന്നേ കൂടെ പോരുമോ. ഓൾറെഡി ഞാൻ പറയല്ലേ, നമ്മൾ കണ്ണാടിൻ്റെ മുമ്പിലൊക്കെ പോയിട്ട് അഭിനയിക്കും, കരയുന്ന അഭിനയിക്കും, ചിരിച്ച് ഡയലോഗ് പറയുന്നതൊക്കെ. എനിക്ക് ഡയലോഗ് പറഞ്ഞ് ചെയ്യുന്നത് ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ്. വളരെ റെയറാണ്. ഞാൻ അങ്ങനെ എനിക്കൊന്ന് അങ്ങനെ ഒരു ഹിറ്റ് ആൽബം പണ്ടത്തെ പോലെ ഉണ്ടോ എനിക്കറിയില്ല. ഇല്ലാലോ അല്ലെ. മനസ്സിൻ്റെ മണറിലൊക്കെ ഇപ്പോൾ ഒന്നുകൂടി ട്രെൻഡായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം അതൊക്കെ എനിക്ക് കുറച്ചും കൂടി അഭിനയിക്കാനൊക്കെ ചാൻസ് ഉണ്ടായിരുന്നൊരു വർക്കായിരുന്നു. അതൊക്കെ ഒന്ന് വീണ്ടും ഇതുപോലെ ഒന്ന് ഹിറ്റായി കാണാം എന്ന് ആഗ്രഹം. ജാഫ്രിക്ക മരത്തിൻ്റെ മുകളിൽ കയറി ചാടുന്നൊരു സിനിമ, അത് പതുക്കെ ഇറങ്ങാനാവും തോന്നുന്നു ഡയറക്ടർ പറഞ്ഞത്. ഞാൻ അവിടുന്ന് താഴെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പം ജാഫർക്ക് ഒരൊറ്റ ചാട്ടം ചാടിയുണ്ട്. ഞാൻ ശരിക്കും അന്ന് പേടിച്ച്. വീടിൻ്റെ നിലത്തിൻ്റെ ഒക്കെ ടൈലും അതൊക്കെ ചെയ്തത് അതെനിക്ക് ഇപ്പോഴൊരു അഭിമാനം. ഞാനല്ലേ ചെയ്തതെന്ന് ഞാൻ എപ്പോഴും പറയും. പിന്നെ എനിക്ക് വേണ്ട ഓർണമെൻറ്റ്സ്, ഗോൾഡ് ആണെങ്കിലും വളയും ചെയിനും കൊലുസും എല്ലാം ഞാൻ തന്നെ ചെയ്ത് ഞാൻ തന്നെ വാങ്ങിച്ചത്. കല്യാണത്തിനുള്ളത് മീൻസ് അങ്ങനെയല്ല, അല്ലാണ്ട് തന്നെ ഒരു 5-6 പവൻ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കിയൊക്കെ അച്ഛനൊക്കെ എൻ്റെ അടുത്തും എല്ലാവരും അങ്ങനെ തന്നെ നിന്നിരുന്നത്. കാരണം ഞാൻ നേരെ വാ നേരെ പോകുമെന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. എൻ്റെ അടുത്ത് അങ്ങനെ ആരും മോശമായിട്ടൊരു സംസാരം രീതിയേ ഉണ്ടായിട്ടില്ല. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. നമ്മൾ സ്റ്റാർ ആകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വീട്ടുകാരുടെ ഇടയിൽ നമ്മൾ സ്റ്റാർ ആവുമായിരിക്കും, നാട്ടുകാരുടെ സ്റ്റാർ ആവും. പക്ഷെ കൂട്ടുകാരുടെ സ്റ്റാർ ആവുമോ എന്നുള്ളത് അത് കുറച്ച് ടഫായിട്ടുള്ളൊരു ഏരിയ. അതെങ്ങനെ ഉണ്ടായിരുന്നു ഈ 200 പാട്ടുകളിലൊക്കെ അഭിനയിച്ചിട്ടൊക്കെ നിൽക്കുമ്പോൾ? കൂട്ടുകാരുടെ എനിക്കൊരു 4 ഫ്രണ്ട്സാണ് കൂടുതലായിട്ടുള്ളത്. അപ്പം അവരുടെ ഇടയിൽ ഞാൻ അങ്ങനെ ഒരാളേ അല്ല. ഞാൻ എങ്ങനെയാണോ അവരുടെ അടുത്ത് പഴയ അങ്ങനെ അവരെന്നെ കണ്ടിട്ടുള്ളൂ. പിന്നെ ക്ലാസ്സിലും ഒക്കെ പോകുമ്പം അവിടുത്തെ സാറന്മാർക്ക് സ്കൂളിലൊക്കെ ഞാൻ വന്ന ആളിങ്ങനെ ആയാണ് ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരു അഭിമാനമാണ്. അപ്പോൾ ഞങ്ങൾക്ക് 10ാം ക്ലാസ്സിൻ്റെ ഒക്കെ SSLCൻ്റെ ബാച്ചിൻ്റെ ഇതിലൊക്കെ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ സാറൊക്കെ പറയും, സുനിത ഇപ്പം ഇങ്ങനെയൊക്കെ ആയില്ലേ. അത് അവർക്കൊരു, അല്ലെങ്കിൽ അവർ വിഷ് ചെയ്യാനും അവർക്ക് വേണ്ടിയിട്ട് ഓരോ വീഡിയോസൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ അവർ പറയും. അപ്പം നമ്മൾ സന്തോഷത്തോടെ അത് ചെയ്തത് അവർക്ക് അഭിമാനം തന്നെയുള്ളൂ. എനിക്കൊന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്തല്ലേ SSLC കഴിഞ്ഞ് നിന്ന സമയത്താണ്. അതിൻ്റെ വെക്കേഷൻ കഴിഞ്ഞ് +1 കയറിയിട്ടില്ല. +1 കയറേണ്ട ആ ടൈമിലാണ് ഞാൻ ഇങ്ങനെ ഒരു ആൽബത്തിലേക്ക് വരാറുണ്ട്. അപ്പം പഠിത്തം അതിനകത്ത് മുങ്ങിപ്പോയിട്ടുണ്ട്? പഠിത്തം എനിക്ക് തോന്നുന്നു +2 വരെ വലിയ കുഴപ്പമില്ലാണ്ട് പോയി. ഞാൻ എക്സാമൊക്കെ കറക്റ്റ് ക്ലാസ് പോയി. ഡിഗ്രി പക്ഷെ ഞാൻ ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്തേക്കുന്നത്. അത് എനിക്ക് തീരെ പോകാൻ പറ്റില്ല. എനിക്കൊന്ന് സെക്കൻഡ് ഇയർ തൊട്ടിട്ട് ഞാൻ തീരെ പോയിട്ടില്ല. ഫൈനലൊന്നും പോയിട്ടേ ഇല്ല. എന്നെ ഇതുപോലെ ഫ്രണ്ട്സ് എനിക്ക് നോട്ട്സ് തരും. അങ്ങനെ എക്സാം എഴുതാൻ മാത്രം ഞാൻ പോയി. അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. ക്ലാസ് കയറിയിട്ടുണ്ടോ ശരിക്കും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട്? കയറി +2 വരെ കറക്റ്റ് ഞാൻ പോയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഒഴിവ് സമയങ്ങളൊക്കെ ചെയ്യുന്ന സമയം ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യും. ഇപ്പൊ ശനി ഞായറാണെങ്കിലും നമുക്ക് 2 സോങ് ചെയ്ത് വരാമല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായില്ല. പക്ഷെ ഡിഗ്രി തുടങ്ങിയപ്പോൾ പിന്നെ എറണാകുളത്തും ട്രിവാൻഡ്രത്തൊക്കെ പോകുന്ന ആ സമയത്ത് അങ്ങനെ ഗ്യാപ്പ്, ഇത്രയും ഡിസ്റ്റൻസ് വരുന്നോണ്ട് ക്ലാസ് കുറേ കട്ടായിട്ടുണ്ട്. ഫൈനലി ഞാൻ തീരെ പോയിട്ടില്ല. എങ്ങനെയാണ്, സ്റ്റുഡിയോസ് ആയിരുന്നോ? അല്ല, ഞാൻ ഇങ്ങനെ എനിക്കങ്ങനെ പഠിത്തത്തിനോട് അങ്ങനെ കുത്തിയിരുന്ന് പഠിക്കാൻ. ഇപ്പോഴാണ് ഞാൻ ശരിക്കും ഞാൻ പഠിച്ചൊക്കെ ചെയ്തു. പക്ഷെ അന്ന് ഞാൻ അങ്ങനെ എനിക്ക് ഇതായിരുന്നു ഇഷ്ടം. എൻ്റെ ഇഷ്ടം മൊത്തം ആൽബം, സിനിമ, അഭിനയം ഇതായതുകൊണ്ട് പഠിക്കാൻ ഞാൻ ഇരുന്ന് പഠിച്ച് ഞാൻ എക്സാമൊക്കെ എഴുതി പാസ്സൊക്കെ ആവും. പക്ഷേ എങ്കിൽ ഞാൻ അങ്ങനെ ഇരുന്നൊരു പഠിപ്പിയോ അങ്ങനെ ഒന്നും ആയിരുന്നില്ല. കഷ്ടപ്പെട്ടു ഒന്ന് ജയിക്കണം, അത്രേ ഉള്ളൂ. എനിക്കത് പാസ്സായാൽ മതി, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. വീട്ടിൽ അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? അവർക്കില്ല. അവർക്കും എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ അഭിനയിക്കുന്ന, കാരണം ഞാൻ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ എനിക്ക് തോന്നുന്നു എൻ്റെ അച്ഛനമ്മയൊക്കെ പറയും, ഞാനൊരു 4ാം ക്ലാസ് തൊട്ടിട്ടേ ഞാനിങ്ങനെ എനിക്ക് നടക്കാൻ അറിയില്ലെന്ന് പറയും. ഞാനിങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടാണ് നടക്കാന്ന് പറയും. അപ്പം അന്നേ എൻ്റെ ആഗ്രഹം അങ്ങനെ ആയിരുന്നു. അതുകൊണ്ടായിരിക്കാം അവരും നല്ല സപ്പോർട്ടായിരുന്നു. ഡാൻസിനോട് നേരത്തെ ചേർത്തി എല്ലാം ഭയങ്കര സന്തോഷം. അന്നത്തെ ആ സുനിതയും ഇന്നത്തെ സുനിതയും വെച്ച് നോക്കുമ്പോഴേ ഏറ്റവും വലിയ ഡിഫറൻസ് എന്താ, സ്വന്തമായിട്ടൊരു വിലയിരുത്തുകയാണെങ്കിൽ? അങ്ങനെ എന്താ ചോദിച്ചാൽ ഞാൻ കുറച്ചുകൂടി മടിച്ചായി. ഇപ്പം അന്നത്തെക്കാട്ടിലും മടിച്ചായി. മടിച്ചായി ഭയങ്കര. എന്താന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാനിപ്പോൾ ചിന്തിക്കും, ഇപ്പം ഞാനിപ്പോൾ ഡയറ്റ് എടുക്കണമെങ്കിലും എക്സസൈസ് എടുക്കണമെങ്കിലും ഞാൻ അങ്ങനെ ആയിരുന്നില്ല. പക്ഷേ ഇനി മാറിയായിരിക്കും ചിലപ്പം, എനിക്കറിയില്ല. കുറച്ച് മടി കൂടിയിട്ടുണ്ട്. അന്ന് പക്ഷെ ഭയങ്കര ഉഷാറായിരുന്നു. നല്ല മടിയായി വന്നിട്ട്. 2 മിടുക്കൻ ആമ്പിള്ളേരില്ലേ, ഇവരെ ഒന്ന് ഇവരെ മേച്ചെടുക്കുന്നത് തന്നെ ഒരു നല്ല പാടാ. ഇപ്പൊ 2ാമത്തെ ആൾക്ക് 2 വയസ്സായതുള്ളൂ. ആള് പൊടിഞ്ഞ് കളിക്കും. ആൾക്ക് പക്ഷെ
ഇപ്പം ഇന്ന് ഞാൻ കൂട്ടിയിട്ടില്ല എവിടേക്ക്, കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആൾക്ക് ഹാപ്പി ആയിട്ട് ഇങ്ങനെ നടക്കണം, ആളെ പിടിച്ചു വെക്കാൻ പാടില്ല. മൂത്ത ആള് പിന്നെ കുഴപ്പമില്ല, അവനിപ്പോൾ 6th പഠിക്കുന്നത്. ഇന്ന് വരണം എന്നുണ്ടായിരുന്നു, സ്കൂളുള്ളതുകൊണ്ട് പിന്നെ ഞാൻ വലിയ ഇതാക്കിയില്ല, കാരണം 1-2 ലീവൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആരായി പറയണേ, നിങ്ങൾ സ്കൂളിൽ പോയിട്ടുണ്ടോ കൊച്ചിനെ അവനോട് പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, മോന് ഇപ്പം അറിയണ പ്രായമൊക്കെ ആയില്ലേ മൂത്ത ആൾക്ക്, അമ്മ ഇങ്ങനെ പണ്ടത്തെ ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു അത് ഞാൻ ഇന്നലെ രാത്രി അവരുടെ അടുത്ത് പറഞ്ഞു. ഞാൻ എന്തോ ഒരു ആൽബം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇൻസ്റ്റയിൽ ആരോ അയച്ചു തന്നപ്പോ ഞാനത് ഇങ്ങനെ കാണാം. അപ്പൊ ഞാൻ പറഞ്ഞു, കണ്ടോ ഇത് ഞാൻ ആരാ നിങ്ങൾക്കൊക്കെ അറിയും? അമ്മ പക്ഷെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അവന്റെ സ്കൂളിൽ ഞാൻ അവന്റെ അമ്മയാണ്, അല്ലെ അവന്റെ അമ്മ ഇങ്ങനെ ഒരാളാന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം, ഫ്രണ്ട്സിന്. അപ്പൊ അവിടെ അവൻ ഭയങ്കര ആളായിട്ട് നടക്കുക. പക്ഷെ എന്റെ അടുത്ത് അത് കാണിക്കില്ല. അവിടെ നമ്മൾ പോയിട്ട് മീൻ പഠിക്കും അല്ലേ. അവൻ കോംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ? അവന് ഇഷ്ടം, അവൻ അങ്ങനെ ഒന്നും പറയൊന്നുമില്ല, പക്ഷെ കാണും, അത്രേ ഉള്ളൂ. അങ്ങനെ ഭയങ്കര ഭംഗി, അമ്മ നല്ല അടിപൊളി അങ്ങനെയൊന്നും പറയത്തില്ല, പക്ഷെ ഉള്ളിലുണ്ടാവുമായിരിക്കും. പക്ഷെ അവന് അഭിമാനമുള്ളൂ, അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഹസ്ബൻഡിന് എങ്ങനെയാ, ഹസ്ബൻഡിന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതായിരിക്കും ചേച്ചി, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പോകുന്നു, അത് ഞാൻ പറയാം, എന്റെ ഫേവറേറ്റ് ഒരു സോങ് ആണ്. ഇപ്പം അങ്ങനെ ഒരാളെ വിവാഹം ചെയ്യുമ്പോഴേ എനിക്ക് ചേട്ടനോട് പിടിച്ചിരുത്തണമെന്നുണ്ട്, പക്ഷെ പുള്ളി വരില്ല. ഞാൻ ചോദിച്ചു, ഇന്നലെയും കൂടി ഞാൻ ചോദിച്ചു, നമുക്ക് ഒരുമിച്ചിരുന്നൊരു ഇന്റർവ്യൂ കൊടുത്താലോ? വേണ്ട, രണ്ടുപേരും രണ്ട് ടൈപ്പ് എക്സ്ട്രീമാണ്. ഞാൻ അത് സത്യമാണ് കേട്ടോ. ആൾക്ക് ഒട്ടും താല്പര്യമില്ല ക്യാമറ ഫ്രണ്ടിൽ വരാൻ, ബാക്കിൽ വന്നിട്ട് എന്ത് ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്തു തരും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇതിന്റെ ഒരു ചെറിയൊരു വ്ളോഗ് പോലെ എടുക്കണം, അപ്പൊ അതൊക്കെ ചിലപ്പോൾ എടുത്തു തരും. അങ്ങനെ അതിലൊക്കെ സപ്പോർട്ടാണ്, ഒന്നും കുഴപ്പമില്ല. പക്ഷെ ക്യാമറയുടെ ഫ്രണ്ടിൽ വളരെ, ഞാൻ തന്നെ വ്ളോഗ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് വാ എന്തെങ്കിലും ഒന്ന് പറയും ആളത്ര. അതുകൊണ്ട് ഞാൻ ആളെ സ്വാതന്ത്ര്യത്തിൽ അദ്ദേഹം ഇപ്പൊ കൈയെടുത്തില്ലേ, ആൾക്ക് അതാണെങ്കിൽ ഇഷ്ടം, ഓക്കെ, എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, എനിക്കത് പോലെ അത് മതി. ശരിക്കും അങ്ങനെയല്ലേ ഒരു പാർട്ട്ണർഷിപ്പ് ശരിക്കും പോകേണ്ടത് അല്ലേ? അതെ. ഓക്കെ, ഇപ്പോ ചെറിയ പ്രായത്തിൽ ലേൺ ചെയ്ത് തുടങ്ങിയതാ, അപ്പം എന്തായിരുന്നു അന്നത്തെ ഒരു റെമ്യൂണറേഷൻ, അല്ലെങ്കിൽ അന്ന് നമുക്ക് നന്നായി സമ്പാദിക്കാൻ പറ്റിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും നല്ല സമ്പാദിക്കാൻ പറ്റിയിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് നിങ്ങൾ ഇപ്പം വിചാരിക്കും ഭയങ്കര കൂടികൾ, അങ്ങനെയൊന്നുമല്ല. എന്നെ കൊണ്ട് ആവുന്ന പോലെ എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ഭയങ്കര ഒരു അഭിമാനമായിട്ട്, ഞാനൊരു ആൺകുട്ടിയായി എന്നുള്ളൊരു തോന്നലൊക്കെ, നമ്മൾ ഇങ്ങനെ ഏൺ ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പം അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായ സമയം. കാരണം ഏൺ ചെയ്യാന്ന് വെച്ചാൽ അന്നൊക്കെ ചെറിയ എമൗണ്ടാണ് നമുക്കൊരു ആൽബത്തിന്, എനിക്കൊന്ന് ഫസ്റ്റ് 500 അങ്ങനെയൊക്കെ എന്തോ ആണ് കിട്ടിയേക്കുന്നത്. അതിലിങ്ങനെ ഗ്രാജുവലി അത് കൂടി വന്ന്, പക്ഷേ നമ്മൾ ഏൺ ചെയ്തിട്ട് അതെപ്പോഴും ഇപ്പോഴാണെങ്കിലും ഞാൻ പറയും, നമുക്കൊരു എന്ത് ജോലി എന്താണെങ്കിലും നമ്മൾ ഒരു ജോലി നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അതൊരു എന്താ പറയുക, അതൊരു ബലമാണ് നമുക്ക് അല്ലേ. നമ്മുടെ കാര്യങ്ങളും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുക, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയ്ക്ക് അതൊരു സപ്പോർട്ടായിട്ട് അവരൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക. കാരണം എൻ്റെ 2 ചേച്ചിമാർ നേരത്തെ കല്യാണം കഴിഞ്ഞു പോയി, പിന്നെ അതിനുശേഷം അവർക്ക് വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 3 പെൺകുട്ടികളാണ്. 3 പെൺകുട്ടികളാണ്, ഏറ്റവും ഇളയതാണ് ഞാൻ. അപ്പം ഒരു മോനെ പോലെ നിന്നിട്ട് എൻ്റെ പാരൻസിനെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതെന്തായാലും ഭയങ്കര അഭിമാനമാണ്, സന്തോഷത്തിലുപരി എനിക്കതൊരു അഭിമാനമാണ്. തീർച്ചയായും അത് വലിയൊരു കാര്യമല്ലേ, അതും അത്രയും ചെറിയൊരു പ്രായത്തില്. എൻ്റെ ക്യാഷ് ഞാൻ തന്നെ അമ്മയ്ക്ക് അച്ഛന് കൊടുത്ത് ഞാൻ അങ്ങനെ കൈകാര്യം ചെയ്യുന്ന ഒരാളൊന്നും ആയിരുന്നില്ല, അവരെന്നെയായിരുന്നു. പക്ഷെ അവരും അറിഞ്ഞു എനിക്ക് വേണ്ടതൊക്കെ അവരും ചെയ്തു തരും, അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും. അച്ഛനന്ന് ബിസിനസ് ഉണ്ട്, ഹോട്ടലാണ് സ്വന്തമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഫുള്ള് വരുന്ന അമ്മയാണ്, സിനിമയ്ക്കൊക്കെ വരുമ്പോഴാണ് അച്ഛൻ വരാറുള്ളത്. അപ്പം എന്താ പറയുക, ഫാമിലി, ഈ അച്ഛനും അമ്മ, എൻ്റെ ചേച്ചിമാർ, ചേട്ടന്മാർ, ഈ ചേച്ചീനെ കല്യാണം കഴിച്ചാൽ അവർക്കും ഭയങ്കര സന്തോഷമാണ്. എനിക്കൊന്ന് മൂത്ത ചേച്ചീൻ്റെ ഹസ്ബൻഡിന് എനിക്ക് കൂടുതൽ സപ്പോർട്ടാണ്. കാരണം ഏട്ടൻ എൻ്റെ കൂടെ വർക്കിന് വരും, എന്നെ കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു സർക്കിളിൽ എനിക്ക് എൻ്റെ ഫാമിലിയിൽ വന്ന ആൾക്കാരും എന്താ പറയുക, പുറത്തുനിന്ന് വന്ന ആൾ 2 ചേട്ടന്മാർ, പക്ഷെ അവരും അവരുടെ ഫാമിലിയും എന്നെ അത്രയും സ്നേഹത്തോടെ കൊണ്ട് നടന്നിട്ടുണ്ട്. ഇപ്പോഴും അവർക്ക് അഭിമാനമേ ഉള്ളൂ. ഇപ്പം ഈ ഒരു ഇൻ്റർവ്യൂ വരികയാണെങ്കിലും അവരെല്ലാവരും എന്താ പറയുക, വന്നിട്ടുണ്ട് കേട്ടോ, നമ്മൾ ഷെയർ ചെയ്ത് നമ്മൾ കാണണം എന്ന് പറയാനുള്ളൊരു അഭിമാനം അവരിലും ഉണ്ട് അല്ലേ. സപ്പോർട്ടിങ് ആയിട്ടൊരു ഫാമിലി കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും വലിയ, അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല. എനിക്ക് തോന്നുന്നു ചേച്ചിക്ക് തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അന്നത്തെ കാലത്ത് കൂടെയുള്ള ആൾക്കാർക്ക് ഇത്രയും ഫ്രീഡം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവില്ല. പിന്നെ എൻ്റെ അടുത്തും എല്ലാവരും അങ്ങനെ തന്നെ നിന്നിരുന്നത്. കാരണം ഞാൻ നേരെ പോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. എൻ്റെ അടുത്ത് അങ്ങനെ ആരും മോശമായിട്ടൊരു സംസാരം രീതിയേ ഉണ്ടായിട്ടില്ല. കാരണം ഉണ്ടായാലും എനിക്കപ്പോൾ എങ്ങനെ എന്ത് പറയണമെന്ന് എനിക്കറിയാം. അതുകൊണ്ട്
എപ്പോഴും എല്ലാവരും ഒരു റെസ്പെക്റ്റോട് കൂടി തന്നെ എൻ്റെ അടുത്ത് എല്ലാവരും ലൊക്കേഷനിലാണെങ്കിലും സംസാരിച്ചതും നമുക്ക് അങ്ങനെ നോർമലി നമ്മൾ കേൾക്കുന്ന പോലത്തെ ഒരു ചുരമുണ്ട്. കാരണം എൻ്റെ അടുത്ത് അങ്ങനെ ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. കാരണം എൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്. എന്താന്ന് വെച്ചാൽ പോടാന്ന് പറയാനുള്ള ഒരു ധൈര്യം എനിക്ക് അന്നും ഉണ്ടായിരുന്നു. അത് അച്ഛനും പറയും, നീ ഒരു പെണ്ണിനെ കാട്ടി നീ ഒരു ആണ് എങ്ങനെയാണ് പെരുമാറുന്നത് അതുപോലെ നല്ല തൻ്റെ അടുത്തോടെ സംസാരിക്കാനും അത് എവിടെയാണെങ്കിലും ഞാൻ സംസാരിക്കും. അപ്പം ഈ ലൊക്കേഷനിലാണെങ്കിലും നമുക്ക് എന്താണോ പറയുന്നത്, നമ്മളടുത്തൊരു മോശം ആൾ ഒരാൾക്ക് പെരുമാറിയാൽ നമ്മളത് തിരിച്ച് അതേ ഇതിൽ റിയാക്ട് ചെയ്യണം. അല്ലാതെ നമ്മൾ ഒന്ന് താന്നു കൊടുത്ത് ചിലപ്പോൾ അവർ നമ്മളെ തലയിൽ കയറും. അതിന് ഞാൻ സമ്മതിച്ചു കൊടുത്തിട്ടില്ല, അന്നുമില്ല ഇന്നുമില്ല. ഓക്കെ, അന്ന് കിട്ടിയിട്ടുള്ള റെമ്യൂണറേഷനിൽ ഏറ്റവും കൂടുതൽ മാക്സിമം പോലെ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഒരു 15ന്റെ അടുത്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. 15 വരെ ആയിരിക്കും. ദിൽഹെ ഫാത്തിമയ്ക്ക് എത്ര? അല്ല, അതിന് കൂടുതൽ അത് എനിക്ക് എത്ര ഓർമ്മയില്ല. ഒരു 1000-2000 ഒക്കെ അത്രയൊക്കെ ആയിരിക്കും. എനിക്ക് അറിയില്ല കേട്ടോ, അതിന്റെ കറക്റ്റ് എനിക്ക് എമൗണ്ട് അറിയില്ല. അത് അവർക്ക് ഓർമ്മ ഉണ്ടോന്ന് എനിക്കറിയില്ല. കുറെ വർഷങ്ങളായില്ല, 10-20 വർഷമായില്ല അതൊക്കെ ചെയ്തിട്ട്. പിന്നെ അതുപോലെ വേറെന്തോ ഞാൻ പറയാൻ വന്ന, ഞാൻ മറന്നു എൻ്റെ അടുത്ത്. കുഴപ്പമില്ല, ആലോചിച്ച് പറഞ്ഞാൽ മറന്നുപോയി. ഇനി പറയുമ്പോ ഓർമ്മ വരികയായിരിക്കും. നമ്മൾ 15,000 കാര്യം പറഞ്ഞപ്പോഴാണ് എന്തോ ആലോചിച്ചു. ആണോ? അത് പറയുമ്പോയിരുന്നാ മറന്നുപോയി, സത്യം മറന്നു. ഓക്കെ, കുഴപ്പമില്ല, നമുക്കത് റീകോൾ ചെയ്തെടുക്കാം. ഈ 15,000 രൂപ ഇപ്പൊ 15,000. അതെ, ഞാൻ പറഞ്ഞു ക്യാഷിന്റെ കാര്യം പറഞ്ഞത്. അതിന്റെ കൂടെ തന്നെയായിരുന്നു ഇനോഗ്രേഷൻസ് ഉണ്ടായിരുന്നു. ഒരുപാട് ഇനോഗ്രേഷൻസ് ഇതുപോലെ മലപ്പുറം ഏരിയയിലേക്കായിരുന്നു. എനിക്ക് അത് കാസർഗോഡ് വരെ ഞാൻ പോയിട്ടുണ്ട്. ഇതിന്റെ കൂടെ തന്നെ അങ്ങനെയും കുറെ പരിപാടികൾ ഉണ്ടായിരുന്നു കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, ഇനോഗ്രേഷൻ അന്നൊക്കെ 10-15 അതൊക്കെ തന്നെ വലിയ എമൗണ്ട്. പക്ഷേങ്കില് ആ ഇനോഗ്രേഷന് പോകുന്ന സമയത്താണ് നമ്മൾ വീണ്ടും കുറെ ആൾക്കാരെ കാണുന്നത്. സ്നേഹം കൂടുതൽ. ഇപ്പോഴല്ല നമുക്ക് സോഷ്യൽ മീഡിയയിൽ കൂടി അറിയാൻ പറ്റുന്നത്. അന്ന് അങ്ങനെയല്ല. ഇതുപോലെ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ, ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ആൾക്കാരെ അറിയാൻ പറ്റും. എത്ര ഇനാഗുറേഷൻസ് ചെയ്തിട്ടുണ്ട്? ഇനാഗുറേഷൻസും കുറെ ചെയ്തിട്ടുണ്ട്. എന്തായാലും വർക്ക് വീട്ടിൽ ഇരിക്കുന്നവരെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഫുൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു 22 വയസ്സ് പിന്നെ ഒരു 24 വയസ്സിൽ കല്യാണം, ഇതിന്റെ ഇടയിലുള്ള 2 വർഷം എവിടെയായിരുന്നു? അല്ല, അതിനിടയ്ക്ക് ചെയ്യുന്നുണ്ട്, 1-2 ആൽബംസ് വെച്ച് ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ അങ്ങനെ പോയി ചെയ്യാൻ ഇല്ല. പിന്നെ ആ സമയത്ത് സിനിമ ഒക്കെ പടം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് കുറെ 1-2 തമിഴ് പടമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഏൺ ചെയ്തതിലേ ഏറ്റവും ആഗ്രഹിച്ച് വാങ്ങിയത് അല്ലെങ്കിൽ വീട്ടിലേക്ക് വാങ്ങിയ ഒരു സാധനം എന്തായിരിക്കും? ഭയങ്കര ഫുൾഫിൽ ചെയ്തൊരു മൊമെന്റ് ഏതായിരിക്കും? എന്തായിരുന്നു, വീടിന്റെ നിലത്തിന്റെ ഒക്കെ ടൈലും അതൊക്കെ ചെയ്തത്. അതെനിക്ക് ഇപ്പോഴും ഒരു അഭിമാനം. ഞാനല്ലേ ചെയ്തതെന്ന് ഞാൻ എപ്പോഴും പറയും. പിന്നെ എനിക്ക് വേണ്ട ഓർണമെന്റ്സ്, ഗോൾഡ് ആണെങ്കിലും വളയും ചെയിനും കൊലുസും ഇതെല്ലാം ഞാൻ തന്നെ ചെയ്ത് ഞാൻ തന്നെ വാങ്ങിച്ചത്. കല്യാണത്തിനുള്ളത് മീൻസ് അങ്ങനെയല്ല, അല്ലാണ്ട് തന്നെ ഒരു 5-6 പവൻ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കിയൊക്കെ അച്ഛനൊക്കെ കിട്ടുന്നില്ല. ഓക്കെ, എനിക്ക് നമ്മുടെ പഴയ ലുക്ക് കാണാലോ, ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? അങ്ങനെ നമ്മുടെ സുനിത ഫാത്തിമയായിട്ട് ഇതാ ഇവിടെ വന്നിരിക്കുകയാണ്. ഇതാരാ? ഞാൻ ഫാത്തിമയാ. ഇച്ച് ഭയങ്കര മൊഞ്ചായിക്കിന്. താങ്ക് യു. ശരിക്കുവേ ഭയങ്കര ചേഞ്ച് ആയിട്ടോ. കണ്ണാടി മാറി, പൊട്ട് മാറി, പിന്നെ തട്ടവും, പിന്നെ ഇവിടുത്തെ ഈ കുറച്ച് മുടിയും കൂടെ വന്നപ്പോഴത്തേക്ക് അത് അന്നത്തെ മെയിൻ സാധനമായിരുന്നു തോന്നുന്നു അല്ലേ? മിക്ക വീഡിയോസിലും ഈ നെറ്റിലേക്ക് ഇങ്ങനെ കിടക്കുന്ന മുടി ഉണ്ടാവും. പിന്നെ എനിക്ക് ഇവിടെ ഒരു മാർക്ക് ഉണ്ട്, അതായിരുന്നു ആൾക്കാർ കണ്ടുപിടിക്കുക. മാർക്കുണ്ട്. ശരി, പൊട്ട് മാറ്റിയപ്പോ എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഒരു മാർക്കുള്ള കുട്ടി. തട്ടിങ്ങനെ നിൽക്കുക. ഞാനേ ഈ ഒന്ന് മേക്ക് ഓവർ ആവാൻ പോയ ടൈമില് ഞാൻ ചുമ്മാ കയറിയിട്ട് ഒന്ന് പാട്ട്, നെഞ്ചുക്കുള്ള നീതാനെ പാട്ട് കയറി നോക്കിയപ്പം ഇന്നലെ കമന്റ് ഇട്ടവര് 2 days ago, 1 day ago, 5 days ago, കറക്റ്റ് February 2 ഇത് കാണുന്നവരുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കമന്റ്. അതിനകത്ത് ലവ് ഫ്രം ശ്രീലങ്ക, ഇത് ഞാൻ അവിടെ കേട്ടോണ്ടിരുന്നതാണെന്ന് പറഞ്ഞിട്ട് ഒരാളുടെ കമന്റ് ഉണ്ട്. അങ്ങനെ ദേശം മാറി ആരാധകര് വന്നിട്ടുണ്ടോ? ദേശം മാറി ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പുറത്തുനിന്ന് എനിക്ക് കൂടുതൽ എൻ്റെ അടുത്ത് സംസാരിച്ചിരിക്കുന്നത് ഗൾഫുള്ള ഏരിയയിലുള്ള കുറെ ആൾക്കാരാണ്. അപ്പൊ ഇതുപോലെ ശ്രീലങ്ക അങ്ങനെയൊന്നും എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല. കമന്റ് സെക്ഷനിൽ ശ്രീലങ്ക, ലവ് ഫ്രം ശ്രീലങ്ക. എനിക്കെന്നാ ആ പാട്ടിനോട് ആയിരിക്കും കൂടുതലും, നമ്മളതിൽ അഭിനയിച്ചുകൊണ്ട് നമ്മളോടും ഇഷ്ടം. അതിലുപരി ആ പാട്ട് ഇപ്പോഴും ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ എക്സ്പ്രഷൻ ഒന്ന് കിട്ടുമോ? ഞാൻ ഈ പോർഷൻ ഇതിനകത്ത് 2-3 പേര് കമന്റ് ഇട്ടേക്കുന്നത് 4.25 ദിസ് പോർഷൻ എന്ന് പറഞ്ഞ ആൾക്കാർ ഇട്ടിട്ടുണ്ട്, പൊതുജന താല്പര്യാർത്ഥം. നമുക്ക് അത് ഇട്ടോക്കാം. നമ്മൾ ആ ഫാത്തിമേനെ കാണാൻ പോവുകയാണ് ഗൈസ്. ഓക്കെ അല്ലേ? റെഡി. എവിടുന്ന് എക്സ്പ്രഷനൊക്കെ വരുന്നത്? എവിടുന്ന് ഇത്ര നാണം വരുന്നത്? എനിക്കറിയില്ല.
പിന്നെ ഈ സാധനം ഭയങ്കര ഇത് മാസ്റ്റർ പീസ് ആയിരുന്നു. ഇങ്ങനെ നോക്കുന്നത് മനസ്സിന്റെ മണിയറയ്ക്കകത്തത് ഭയങ്കര ഇട്ടില്ലേ. പാടി ചെയ്യാൻ പറ്റുമോ മനസ്സിന്റെ മണിയറയില്? അല്ല, എനിക്ക് അത്ര പാട്ട് ഭയങ്കര റിസ്ക്കാ. ഞാൻ കേട്ടതിനകത്ത് പാട്ട് ഞാൻ പാടുവോ? ആ അല്ല, പാട്ട് നമ്മള് ചെറുതായിട്ട് മൂളിപ്പാട്ടൊക്കെ പാടും, അങ്ങനെയൊക്കെ പാടും. ഏതെങ്കിലും സ്വന്തം പാട്ട് പാടി ഒരു എക്സ്പ്രഷൻ ഇട്ടൊന്ന് കാണാൻ പറ്റുമോ? ഒക്കെ റെഡി. ഒരു പൂ തന്നാൽ നീ എൻ്റെ കൂടെ പോരുമോ, അത്രയൊക്കെ മതി. എന്നിട്ട് അവിടെ പാട്ട് കുറച്ചൊക്കെ കൂട്ടിയിട്ട് സൗണ്ട് കൂട്ടിയിടുന്നത്. എന്താ അല്ലേ ഇപ്പൊ ആ സമയത്ത് ഈ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഈ തട്ടമിട്ട് അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നിന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ അന്നത്തെ പാട്ടുകൾ ഇപ്പൊ അന്ന് കൂടുതൽ ഇങ്ങനെ മാപ്പിള സോങ്ങുകളാണല്ലോ. നമ്മൾ ഈ ആൽബം സോങ് ആയിട്ട് ഇങ്ങനെ വരുന്ന മാപ്പിള പാട്ടുകൾ നമ്മളിങ്ങനെ ജൂ ബോക്സ് പോലുള്ളതിനകത്തൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന, വിളിക്കുന്ന, ഈ പാട്ടിടുന്ന ഇത് തന്നെ. പിന്നെ ഈ കമന്റിനകത്ത് ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, വലിയ ഒച്ചത്തിൽ ഈ പാട്ട് വെച്ചിട്ട് പുറത്തിറങ്ങി അയലത്തേരൊക്കെ കേൾക്കണുണ്ടോ, കേൾക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെ, മാപ്പിള സോങ് അവര് ഈ കമന്റ് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തോ വലിയ സ്പീക്കർ വെച്ചിട്ട് ഭയങ്കര സൗണ്ടില് ഇത് ഞങ്ങൾ പാട്ട് ഇങ്ങനെ കേൾക്കാന്ന് പുറത്തൊക്കെ നമ്മൾ കേൾക്കേണ്ടത് നാട്ടുകാരെ അറിയിക്കണമല്ലോ. കാരണം അന്നത്തെ കുറെ ഹിറ്റുകൾ ഉണ്ട് മാപ്പിള. ഇത് മുസ്ലിം സോങ്സ് തന്നെയാണ്. അതില് ആൾക്കാർ കൂടുതലും പഴയ സോങ് റീമിക്സ് ചെയ്തിട്ട് വരുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അന്നൊക്കെ അതായിരുന്നു കൂടുതൽ. അപ്പോൾ ഇത്രയും വലിയ അന്ന് സ്പീക്കറൊക്കെ ചില വലിയ വലിയ പൈസക്കാരുടെ കയ്യിലൊക്കെ ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ അവർ ഇത്രയും സൗണ്ടിലൊക്കെ പാട്ട് വയ്ക്കുമ്പോൾ നമ്മളൊരു കല്യാണ വീട്ടിലൊക്കെ പോയല്ലോ ഇത്രയും സൗണ്ടിലൊക്കെ കേൾക്കുന്നത്. അപ്പോൾ അതൊരു അഭിമാനത്തോടുകൂടി ഞങ്ങളെ പാട്ടുതാരങ്ങളൊക്കെ കേട്ടോ എന്നുള്ളൊരു ഇതിൽ വെക്കുന്നുണ്ടല്ലോ. ഞാനും ദിൽഹേ ഫാത്തിമ TV-യിൽ കാണുന്നത്, ഞാനൊരു ഷൂട്ടിന് പോയിട്ട് രാവിലെ തിരിച്ച് വീട്ടിലെത്തി. അപ്പം എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടൻ പറഞ്ഞതാണ്, സുനിത നിൻ്റെ ഒരു ആൽബം പാട്ട് ഭയങ്കര ഹിറ്റായിട്ടുണ്ട്, ഫുൾ ടൈം ജൂ ബോക്സിൽ അത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ വെക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ വേഗം പോയിട്ട് അന്ന് കേബിൾ വിഷൻ ആണ് ചാനൽ, അപ്പോൾ അത് പോയി വെച്ച് നോക്കുമ്പോൾ അപ്പോഴും വന്ന സോങ്. അന്നാണ് നമ്മൾ അഭിനയിച്ചൊക്കെ പോരുന്നല്ലേ ഉള്ളൂ, നമ്മളങ്ങനെ ഇരുന്ന് അങ്ങനെ കാണുന്നില്ല. അങ്ങനെ അന്നാണ് ഞാൻ ആ സോങ് അവിടെ കാണാം. അപ്പോഴും കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ വലിയൊരു പുതുമയൊന്നും തോന്നിയില്ല, കാരണം സാധാരണയൊക്കെ ചെയ്യുന്നില്ല. പക്ഷെ ഇത് പിന്നെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നതുകൊണ്ടാണ് നമ്മളത് കൂടുതൽ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അതിന്റെ ബീറ്റ് ഒക്കെ ഭയങ്കര വ്യത്യാസം. അതെ, ഭയങ്കര. അത് എനിക്കൊന്ന് ഷാഫിക്കയുടെ തന്നെ ഒരു വലിയൊരു ഹിറ്റായിരുന്നു. ഷാഫിഖാന്റെ കൂടെ ചെയ്ത എല്ലാ വർക്കുകളും, ഷാഫിഖാന്റെ ഈ പാട്ടുകളല്ല, എല്ലാ വർക്കും ഭയങ്കര ഹിറ്റാണ്. ഓക്കെ, ആദ്യമായിട്ട് TV-ൽ കാണുമ്പോൾ ഒരു ഇതെന്തായിരുന്നു ശരിക്കും? അഭിമാനം. കാരണം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ സ്വന്തമായിട്ട് ഇങ്ങനെ അഭിനയിച്ചിട്ടുള്ള? ഞാൻ ചെയ്യും. ഞാൻ ഓൾറെഡി ഞാൻ പറയല്ലേ, നമ്മൾ കണ്ണാടി മുമ്പിലൊക്കെ പോയിട്ട് അഭിനയിക്കും, അഭിനയിക്കും, ചിരിച്ച് ഡയലോഗ് പറയുന്നതൊക്കെ. എനിക്ക് ഡയലോഗ് പറഞ്ഞ് ചെയ്യുന്നത് ഭയങ്കര പേടിയുള്ളൊരു കാര്യമായിരുന്നു. പക്ഷെ 1-2 വർക്കുകളൊക്കെ അങ്ങനെ സീരിയലൊക്കെ ചെയ്തപ്പോൾ അത് വലിയ കുഴപ്പമില്ലാണ്ടായി. പിന്നെ ഞാനത് ചെയ്തു നോക്കും. അങ്ങനെ പിന്നെ നമ്മൾ കാണുമ്പോൾ, ഇപ്പോൾ എൻ്റെ സിനിമയൊക്കെ ഇറങ്ങിയപ്പോൾ ഫാമിലിയുടെ കൂടെ ഇരുന്ന് പോയി കാണുമ്പോൾ എനിക്കൊരു ചമ്മല. പക്ഷെ അതെനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. എനിക്ക് ഡബ് ചെയ്ത് ശ്രീജ ചേച്ചി ആയിരുന്നു പടത്തിൽ. അപ്പം നല്ല സൗണ്ടായിരുന്നല്ലോ. എൻ്റെ സൗണ്ടിൽ ഡബ് ചെയ്യാൻ എനിക്കിഷ്ടമല്ല. അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് നമ്മൾ അഭിനയിച്ചാൽ മതി, പക്ഷെ അവർ നന്നായിട്ട് ഡബ് ചെയ്ത് അത് ഇവരെ കൂടെ ഇരുന്ന് കാണുമ്പം കുഴപ്പമില്ല, കൊള്ളാം എന്നുള്ളൊരു ഫീലായിരുന്നു. പിന്നെ അത് TV-യിൽ വരുമ്പോൾ ഇരുന്ന് കാണും. അപ്പോൾ ഇപ്പം ഇയാൾ ഈ അടുത്തൊക്കെ എൻ്റെ മോനൊക്കെ പടം കണ്ടേ, ഇപ്പം ചെറിയ ആള് എൻ്റെ റീൽസ് കാണും. അപ്പം ഇപ്പം അവനിപ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. അവനിപ്പോൾ നമ്മളെ കൊച്ചു കുട്ടികളെ പോലെ കൊച്ചു TV കാണുമൊന്നുമില്ല. അതായത് TV-യിൽ കൊച്ചു TV ഒന്നും വെച്ചു കൊടുത്താൽ അതൊന്നും ഒരു പാട്ട് മതി. പാട്ട് അവന് പാട്ടാണ് ഇഷ്ടം. പാട്ട് ഫുഡ് കഴിക്കുകയാണെങ്കിൽ അമ്മ പാട്ട് വെക്കുന്നത്. ഇപ്പം പാട്ടിൽ TV-യിൽ ഇങ്ങനെ പാട്ട് കഴിക്കും. അപ്പോൾ അവൻ പറയുന്നത് ആ നടി അമ്മ, അത് അമ്മയാണ്. കാരണം അവൻ എൻ്റെ ഫോണിൽ റീൽസ് കാണുമ്പോൾ ഞാനാണ്. അപ്പം ഇനിയിപ്പോൾ ഏതൊരു നടി അഭിനയിക്കും പാട്ട് പാടും അത് അമ്മയാന്ന് പറയാതെ. അവന് കുറച്ചും കൂടി ക്രേസ് ഉണ്ട് പാട്ടിലേക്ക്. ആണല്ലേ? അമ്മയുടെ ഒരു ഇത് കിട്ടാണ്ടിരിക്കില്ല അവന് ഓരോരിക്കും. മറ്റേ ആൾക്ക് കുറെ കാര്യങ്ങൾ ഉണ്ടാക്കാനും ഇങ്ങനെ ഉണ്ടാക്കി ചെയ്യാനൊക്കെ ക്രാഫ്റ്റ് വർക്കുകളാണ്. അതിൻ്റെ കൂടെ പാട്ടൊക്കെ പാടും ആള്. അഭിനയിക്കാനും ഇഷ്ടമാണ്. അത് ഈ അടുത്താണ് ഞങ്ങൾ അറിഞ്ഞത്. ഒരു വർക്ക് വന്നപ്പം പോണം നിർബന്ധം. ഞങ്ങൾ പറഞ്ഞപ്പോൾ പോണ്ട, നല്ല വർക്ക് വരുമ്പോൾ ഇല്ല അമ്മ എനിക്ക് പോകണം. അപ്പോൾ റിജേട്ടൻ പറഞ്ഞു അവൻ കണ്ടു പഠിക്കട്ടെ. പക്ഷെ അവൻ അതും ഇഷ്ടമാണ്. അതെ അല്ലേ? ഈ ഇപ്പോഴത്തെ ആൽബം സോങ്ങുകളൊക്കെ കേൾക്കാറുണ്ടോ? ഇപ്പോഴത്തെ വളരെ റെയറാണ്. ഞാൻ അങ്ങനെ എനിക്കൊന്ന് അങ്ങനെ ഒരു ഹിറ്റ് ആൽബം പണ്ടത്തെ പോലെ ഉണ്ടോ അറിയില്ല. ഇല്ലാലോ അല്ലേ? അതുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇപ്പം ആ സമയത്തുള്ള ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാപ്പിളപ്പാട്ടുകൾക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്വീകാര്യത
ഇപ്പൊ സ്വീകാര്യത കുറഞ്ഞതാണോ ക്വാളിറ്റി കുറഞ്ഞതാണോ എന്താ ക്വാളിറ്റി കുറഞ്ഞിട്ടുണ്ട് തോന്നില്ല. കാരണം എനിക്ക് അന്നത്തിനെക്കാട്ടി കുറെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പക്ഷെ അതിലെ സോങ്ങിന്റെ ആണോ ഇനി നമ്മുടെ പഴയ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ആ ഒരു കോമ്പോയിലൊക്കെ ഇനിയും നല്ല പാട്ടൊക്കെ കിട്ടിയായിരിക്കും ചിലപ്പോ അല്ലേ. മുത്തുമണി കൺമണി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കൊറേ പാട്ടുകളൊക്കെ ഞാൻ അങ്ങനത്തെ ആൽബം ഇപ്പൊ അധികം കണ്ടിട്ടില്ല. അങ്ങനെ ഭയങ്കര ഹിറ്റായ ഒരു പാട്ടുണ്ട് ഇപ്പൊ, എനിക്ക് അറിയില്ല കേട്ടോ. ഞാനത് കാണാത്തോണ്ടാണോന്ന് അറിയില്ല, ഇല്ലാന്ന് തോന്നുന്നു. പണ്ടത്തെ ആൽബം സോങ്ങുകൾ ഇപ്പോഴത്തെ റാപ്പ് സോങ്ങുകൾ റീപ്ലേസ് ചെയ്തു തോന്നുന്നുണ്ടോ? അത് ചില ഈ മാപ്പിളപ്പാട്ടിന്റെ തനത് കലാരൂപം ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ അന്ന് കുറെയൊക്കെ വിമർശിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ ഒരു ഈസ്റ്റ് കോസ്റ്റിന്റെ ഒരു ആൽബം നോൺ സ്റ്റോപ്പ് ഒരു ആൽബം ചെയ്തിട്ടുണ്ട്. ഉടനെ ആ പേര് എൻ്റെ അടുത്ത് മറന്നു. ഇപ്പൊ യൂട്യൂബിലൊക്കെ ഉണ്ട്. ഞാനും അൻവറും കൂടി ചെയ്ത ഒരു 5-8 ഇതില്ലേ അപ്പങ്ങളും പാട്, അതിപ്പോ സിനിമയുടെ പാട്ടെ. പക്ഷെ ആ പാട്ട് അങ്ങനെ ആയിരുന്നില്ലല്ലോ, അത് മാപ്പിള സോങ്. ഞാൻ അങ്ങനെ ചെയ്തു. ഇപ്പൊ ഈ പാട്ട് പാടി എനിക്ക് ആ പാട്ടിന്റെ ഇത് വരികളെ മറന്നുപോയി, ആ ട്യൂണ് മറന്നുപോയി. അപ്പൊ അതിനെ പറ്റിയൊക്കെ കുറെ വിമർശനം. അവര് ആ പാട്ടിനെ അവർ ചീത്തയാക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തനിമ കളയുന്നു, അല്ലെങ്കിൽ ആ ഒരു ഭംഗി പോയി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് കുറച്ചുകൂടെ റാപ്പൊക്കെ കയറ്റി കേൾക്കാനായിരിക്കുമല്ലോ ഇഷ്ടം. ചേച്ചിക്ക് എങ്ങനെയാ ഇഷ്ടം? എനിക്ക് പഴയ പാട്ട് എന്നതാണ് ഇഷ്ടം. റാപ്പ് സോങ്ങുകൾ തനിമ കളഞ്ഞു എന്ന് ചേച്ചിക്ക് തനിമ കളഞ്ഞു അല്ലേ, അപ്പങ്ങളും അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എല്ലാം അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് പഴയ ആ ഒരു പാട്ടിനോട് തന്നെയാണ് താല്പര്യം. ഓക്കെ. ഇപ്പം പഴയ പാട്ടുകൾ പിന്നെയും വീണ്ടും വീണ്ടും ഹിറ്റ് ആവുന്നുണ്ട്. ചേച്ചിയുടെ പാട്ട് അന്നും ഇന്നും ഒരേപോലെ ഫേസിൽ നിൽക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു പാട്ട് ഇപ്പൊ ഹിറ്റ് ആവണം എന്ന് ആഗ്രഹമുള്ളതുണ്ടോ ഇപ്പം? ഇപ്പൊ എങ്ങനെ മനസ്സിന്റെ മണറിലൊക്കെ ഇപ്പൊ ഒന്നുകൂടി ട്രെൻഡ് ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം അതൊക്കെ എനിക്ക് കുറച്ചും കൂടി അഭിനയിക്കാനൊക്കെ ചാൻസ് ഉണ്ടായിരുന്ന ഒരു വർക്കായിരുന്നു. അതൊക്കെ ഒന്ന് വീണ്ടും ഇതുപോലെ ഒന്ന് ഹിറ്റായി കാണാം എന്ന് ആഗ്രഹം. ഓക്കെ. ഇപ്പം ഷാഫിക്കയെ പറ്റി പറയുമ്പോൾ ഏറ്റവും മനസ്സിൽ നിൽക്കുന്ന ഒരു ഓർമ്മ എന്തായിരിക്കും? ഷാഫിക്ക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അഭിനയിക്കൊന്നുമില്ല, ഞങ്ങൾ കളിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ അടി കൂടുന്ന അതൊക്കെ ആയിരിക്കും വീഡിയോയിൽ എടുക്കുന്നത്. കാരണം അങ്ങനെയാണ് ഡയറക്ടർ ഇന്നൊരു കാര്യം പറയും, ഇതാണ് കേട്ടോ. പക്ഷെ നമ്മളവിടെ കിടന്നിട്ട് ഞങ്ങൾ ചിലപ്പം വർത്താനം പറയുന്നത് അങ്ങനെയൊക്കെ ആയിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. നമ്മളങ്ങനെ അഭിനയിച്ച് അങ്ങനെ തകർക്കും. അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു ആ കോമ്പോ ആൾക്കാർക്ക് കുറച്ചും കൂടി ജെന്യൂനായിട്ട് ഫീൽ ചെയ്തത്. അതായിരിക്കും ആൾക്കാർക്ക് നമ്മളെ അങ്ങനെ ഇഷ്ടപ്പെടാൻ കാരണം. താജുക്കയുടെ ആണെങ്കിലോ? താജുക്ക അങ്ങനെ തന്നെ. പക്ഷെ താജുക്കൻ്റെ അടുത്ത് എനിക്കൊരു കുറച്ചുകൂടി ഒരു ബഹുമാനമുണ്ട്. കാരണം എൻ്റെ ഒരു എന്തോ വലിയൊരാള് എന്നുള്ളത്. പക്ഷെ ഷാഫിക്ക ഞാൻ പറഞ്ഞില്ലേ ആ ഫാമിലി ആയിട്ട് എനിക്ക് തോന്നുന്നു താജുക്കനെക്കാട്ടി ഷാഫിക്കയുടെ വൈഫും ഒക്കെ ആയിട്ട് ഉമ്മയൊക്കെ ആയിട്ട് നല്ല കമ്പനിയാണ്. അപ്പം അതുകൊണ്ടായിരിക്കും ഇവരായിട്ട് വരുമ്പം എനിക്ക് ഞങ്ങളുടെ കോമ്പോ കുറച്ചും കൂടി ഇഷ്ടം. താജുക്കൻ്റെ അടുത്ത് കുഴപ്പമൊന്നുമില്ല, നല്ല കെയറിങ്. ഞാൻ പറഞ്ഞ ഒരു ബ്രദർ സിസ്റ്റർ അതുപോലെ തന്നെയാണ് ഷാഫിക്ക. അപ്പം രണ്ടുപേരും ഈക്വലാണ്. ഇവർ ഒരുപോലെ തന്ന അഡ്വൈസസ് എന്തെങ്കിലും ഉണ്ടോ? അവരങ്ങനെ അങ്ങനെ തരാറില്ല. അവർ അങ്ങനെ ഒന്നുമില്ല. അപ്പൊ നമ്മൾക്ക് അങ്ങനെ തരേണ്ട ആവശ്യമുണ്ടെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. ഏറ്റവും റിസ്കി ആയിട്ട് ഷൂട്ട് ചെയ്തത് ഒരു ആൽബം ഏതായിരിക്കും? അങ്ങനെ റിസ്കി ആയിട്ട് ഏതൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും ഓർമ്മയില്ല അങ്ങനെ ചോദിക്കുമ്പോൾ. ഓക്കെ, സോറി. ഇപ്പൊ ജാഫർക്കായിട്ടുള്ള ഇതിന്റെ കാര്യം പറഞ്ഞല്ലോ, അതിനകത്ത് കുറെ ഡാൻസും കാര്യങ്ങളും ഒക്കെ ഇല്ലേ? അത് എങ്ങനെയുണ്ടായിരുന്നു ശരിക്കും? അങ്ങനെ അത്രയും ഡാൻസ് ഒക്കെ കളിച്ചിട്ടുള്ള സാധനങ്ങളൊന്നും ആ സമയത്ത് നമ്മൾ പാട്ട് കുറച്ചുകൂടെ ഒരു ബീറ്റ് കൂടെ അതിൽ ശരിക്കും അന്ന് ഞാനൊരു കാര്യം പേടിച്ചു. ജാഫർക്ക് മരത്തിന്റെ മുകളിൽ കയറി ചാടുന്നൊരു സീൻ, അത് പതുക്കെ ഇറങ്ങാനാവും തോന്നുന്നു ഡയറക്ടർ പറഞ്ഞത്. ഞാൻ അവിടുന്ന് താഴെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജാഫർക്ക് ഒരൊറ്റ ചാട്ടം ചാടിയുണ്ട്. ഞാൻ ശരിക്കും അന്ന് പേടിച്ചു, കാരണം അത്രയും ഉയരത്തുനിന്ന് ചാടുമ്പോൾ ആൾക്ക് എന്തെങ്കിലും കാല് പറ്റും. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. ജസ്റ്റ് ഒന്ന് പതുക്കെ ഇറങ്ങാൻ എന്താ പറഞ്ഞത് ആള്. പക്ഷെ ആ ഒരു ആവേശത്തിലാന്ന് തോന്നുന്നു പെട്ടെന്നതായിട്ട് ചാടി. അതൊരു പേടിച്ചൊരു സംഭവമായിരുന്നു. ഈ ശരിക്കും കോഴിക്കോട് കൊയിലാണ്ടിയാണോ? കോഴിക്കോട് അത്തോളി വേളൂരാണ് എൻ്റെ വീട്. കല്യാണം കഴിച്ചത് അത്തോളി. ഒരു 10 മിനിറ്റ് യാത്രയേ ഉള്ളൂ. ഓക്കെ. നിങ്ങൾ അടുത്തടുത്താണല്ലേ? അടുത്തടുത്താണ്. ലവ് മാരേജ് ആയിരുന്നോ? ലവ് മാരേജ് ആണെന്ന് പറയാം, അല്ലെന്ന് പറയാം. അതിന് ആൾക്കാർ പറയാ ഞങ്ങളല്ലാന്ന് പറഞ്ഞാലും ആണെന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണ്, ലവ് മാരേജ് ആണ്. ഓക്കെ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അത് ഞങ്ങൾക്കും സന്തോഷം. എനിക്ക് പക്ഷെ സ്ലാങ് ഭയങ്കരമായിട്ട് എനിക്ക് ഇല്ലാത്തത് പോലെ തോന്നി. ഇല്ല, കോഴിക്കോട് ഭാഷ എനിക്ക് അധികം വരൂല അങ്ങനെ. അതെനിക്ക് തോന്നുന്നു ഞാൻ പണ്ടും അങ്ങനെയാണ്. ഇങ്ങള് പോയിക്ക് അവിടെ വന്നിക്ക് അങ്ങനെ ഞാൻ പറയലില്ല. കാരണം വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ കുറെ പോകുന്നുണ്ടല്ലോ. അപ്പൊ അവരടുത്തൊക്കെ സംസാരിക്കുമ്പോൾ അതങ്ങനെ സംസാരിച്ച് അതങ്ങ് ഇതായി വന്നു. കാരണം സീരിയലൊക്കെ തുടക്കത്തിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം അവരൊക്കെ കളിയാക്കും. അപ്പൊ ആ കളിയാക്കൽ എൻ്റെ മൈൻഡിൽ ഉള്ളതുകൊണ്ടാന്നു. പിന്നെ ഞാൻ അത് മാറ്റി ഞാൻ സ്വയം മാറി. അങ്ങനെയാണ് മാറിയത്. ഇവിടെ ഏറ്റവും രസമായിട്ട് പറയണത് എന്തായിരിക്കും? എന്ത് ഒരു സ്ലാങ് ബേസ്
ആടെ പോയിക്ക് ഇവിടെ വന്നിക്ക് കീ 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 കൂട്ടിയെ ഞങ്ങൾ പറയാം. കല്യാണത്തിന് പോയിക്ക് നിങ്ങൾ വന്നിക്കോ അങ്ങനത്തെ ഒക്കെ പറയുന്നത് ഞാൻ ഇവിടെ ഞങ്ങളുടെ ഇടയിലാണ് പറയുമ്പോൾ അത് പ്രശ്നമല്ല. പക്ഷെ നമ്മൾ എറണാകുളത്തേക്കും തിരുവനന്തപുരത്തേക്കും പോകുമ്പോൾ നമ്മൾ പോയിക്ക് വന്നിക്ക് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ കളിയാക്കും. അപ്പം അത് നമ്മൾ മനഃപൂർവ്വം അത് അങ്ങനെ വരരുത് എന്ന് പറഞ്ഞ് അങ്ങനെ പഠിച്ച് പറയുന്ന പോലെ പറഞ്ഞിട്ടാണ് അത് ശീലമായി. പിന്നെ കുഴപ്പമില്ല, ഇപ്പൊ കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു കോഴിക്കോട് ഭാഷയിൽ കുറെ കാര്യങ്ങൾ കേൾക്കാനല്ലേ ഭംഗി, കോമഡി ആണെങ്കിലും അത് കേൾക്കാൻ ആൾക്കാർക്ക് ഇഷ്ടമാണ്. അപ്പൊ ഇപ്പം സിനിമകളുടെ ഓഡിഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ട്രൈ ചെയ്യാറുണ്ടോ? ഇല്ല, ഞാൻ ഓഡീഷൻ അങ്ങനെ പോയിട്ടില്ല. ഇല്ല, അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇപ്പൊ തീരെ ഇല്ല. ഇപ്പൊ ആളുണ്ടല്ലോ വീട്ടിൽ തന്നെ, ആളെടുത്ത് പറഞ്ഞാൽ വരെ നല്ല വർക്ക് വരുമ്പോ ചെയ്യാലോ. ഹസ്ബൻഡ് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ പുതിയ വഴി. അതാണ്. എനിക്ക് വലിയ താല്പര്യമില്ലാത്തതാണ്. എനിക്ക് മക്കള് പഠിക്കുന്ന ഒരു സമയം അവരൊരു 4 വയസ്സ് വരെ അവരെ കൂടെ ഇരിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടാണ്. അല്ലാണ്ട് ഹസ്ബൻഡ് പറഞ്ഞിട്ട് ഒന്നും ഞാനാ പറഞ്ഞത് ഒരു 4 വയസ്സ് വരെങ്കിലും അവരെ കൂടെ ഇരുന്ന്. കാരണം അവർക്ക് ഇപ്പോഴാണ് നമ്മൾ ഒരു എന്താ പറയുക LKG ഒരു തറവായിട്ട് കൊടുക്കണം. ആ സമയത്ത് അവരെ കൂടെ ഇരുന്നില്ലെങ്കിൽ പിന്നെ പോയി. നമ്മൾ എത്രയും നമ്മൾ അഭിനയിക്കുകയൊക്കെ ചെയ്തില്ല, നമ്മൾ ആഗ്രഹങ്ങൾ കുറേ ചെയ്ത് കഴിഞ്ഞല്ലോ. ബാക്കി ഇനി കുറച്ച് അവർക്ക് വേണ്ടി കൊടുത്ത് അതിനുശേഷം ഇപ്പോൾ കുഴപ്പമില്ല. ഇനിയിപ്പോൾ എനിക്ക് നല്ല വർക്കൊക്കെ വന്ന് എനിക്ക് ചെയ്യാമല്ലോ. അപ്പൊ ഇപ്പൊ പിള്ളേരൊക്കെ സെറ്റായി വരുന്നുണ്ട്, സെറ്റായി വരുന്നുള്ളൂ. 2ാമത്തെ ആളായിട്ടില്ല, ആവണം. ഇങ്ങനെ ചെയ്യാണ്ടിരിക്കുന്ന സമയത്ത് മിസ് ചെയ്യാറുണ്ടോ ഈ തട്ടം? ചെയ്യാറുണ്ട്. അതിന് ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ചെറിയ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ഇങ്ങനെ വ്ളോഗൊക്കെ ഇടും. അതിൽ ഇതുപോലെ ഒരു തട്ടിട്ടിട്ടൊരു വീഡിയോ ചെയ്തപ്പം ആൾക്കാർക്ക് അതിൽ ആ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി ഇപ്പോഴും ആൾക്കാർക്ക് ഇഷ്ടമാണ്. അല്ലെങ്കിൽ അന്നത്തെ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ആ വീഡിയോ തപ്പിപ്പിടിച്ചിട്ട് ഇപ്പോഴും ആ വീഡിയോൻ്റെ അകത്ത് അത് ഞാൻ അന്ന് ഹെയർ ചെയ്യുന്നൊരു രീതി ഉണ്ടായിരുന്നു, സൈഡ് എടുത്ത് പിന്നെ ചെയ്തിട്ട്. അപ്പം അതെങ്ങനെയാണെന്ന് ആ വ്ളോഗിൽ ഇങ്ങനെ കാണിച്ച്. അപ്പം അത് ആൾക്കാർ പറയുന്നത്, ദൈവമേ ഞാൻ അങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈൽ എത്രയോ വർഷം ഞാൻ അത് കൊണ്ട് നടന്നിട്ടുണ്ട്, എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു അത് കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആ വീഡിയോൻ്റെ അകത്ത് ഇങ്ങനെ ആൾക്കാർ പറഞ്ഞു. പണ്ടത്തെ ഒരു ട്രെൻഡ് സെറ്റർ ആയിരുന്നു. അതെ, ആ ഹെയർ സ്റ്റൈൽ. പിന്നെ തട്ട ഇങ്ങനെ ചെവിൻ്റെ ഉള്ളിൽ കൂടി ഇടും. ഇതൊക്കെ അന്ന് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ ഇടും. ഈ ഒരു സാധനം അത് ഭയങ്കര ഇത് ഇങ്ങനെ ലോക്ക് ചെയ്യുന്നതിനെക്കാട്ടി എനിക്ക് തോന്നുന്നു ഇങ്ങനെ നേരെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഇങ്ങനെ ഇടും ഇങ്ങനെ ഇടും. ഇതിപ്പം ട്രെൻഡേ ഇല്ല, പക്ഷെ എനിക്കിപ്പം ഇങ്ങനെ ഇടാനാണ് ഇഷ്ടം. ഇപ്പൊ കുറെ ആൾക്കാർ തട്ടം യൂസ് ചെയ്യാറേ ഇല്ല. ഇപ്പൊ അല്ലേ? എന്നാലും ചേച്ചിക്ക് ഇഷ്ടമായിരിക്കും അല്ലേ? തട്ടത്തിമറയത്തൊക്കെ വന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ മിസ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? എനിവേ എന്തായാലും ഒരുപാട് നല്ല കാര്യങ്ങൾ, നല്ല ഓപ്പർച്യൂണിറ്റീസ് ഇനി വരട്ടെ. സുനിതയായിട്ടും ഫാത്തിമയായിട്ടും ഒക്കെ പല രീതിയിൽ ആൾക്കാരിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിഷയമാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഇത്രയും നല്ലൊരു ഇൻ്റർവ്യൂവിൽ ഇയാളെ കൂടെ എനിക്കിരിക്കാൻ പറ്റി. എൻ്റെ കുറച്ചുകൂടി കാര്യങ്ങൾ പ്രേക്ഷകരുടെ അടുത്ത് പറയാൻ പറ്റി. നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഇപ്പോഴും ഉണ്ട് എന്ന് അറിയുന്നത്. അതുപോലെ നിങ്ങൾ ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ താഴെ എന്തായാലും കമൻ്റായിട്ട് പറയണം കേട്ടോ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് എല്ലാവരുടെ അടുത്തും. നന്ദി. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.